ആദ്യമായി ചീര കഴുകി വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ചീര അരിഞ്ഞെടുക്കണം. നല്ല നനയാണ് ചീര അരിഞ്ഞെടുക്കേണ്ടത്. ചീര അരിഞ്ഞെടുത്ത ശേഷം ഒരു സവോള കൂടി അതിൽ ചെറുതായി അരിഞ്ഞ് ചേർക്കണം. നല്ല പൊടിയായി വേണം സവോള അരിയാൻ. ഇനി അരപ്പ് തയ്യാറാക്കണം. അതിനായി കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക് എന്നിവ എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടണം. എന്നിട്ട് മിക്സിയിൽ വെച്ച് ഇത് ചെറുതായി അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ചീരത്തോരൻ പാകം ചെയ്യാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. തീ കത്തിച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കടുക്, 2 വറ്റൽമുളക് എന്നിവ ഇടുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. എന്നിട്ട് പാൻ അടച്ചു വെച്ച് വേവാൻ കുറച്ച് നേരം വയ്ക്കുക. ഇനി പാൻ തുറന്ന് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക. അരപ്പ് നന്നായി ഇളക്കി ചേർക്കണം. ഇപ്പോൾ ചീരത്തോരൻ റെഡിയായി.